നമസ്കാരം. കേരളത്തിലെ നീർപക്ഷികളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാടൻ താമരക്കോഴിയാണ്. നാട്ടുകോഴിയുടെ പകുതിയോളം വലിപ്പമേ നാടൻ താമരക്കോഴിക്ക് ഉള്ളൂ. ജലസസ്യങ്ങളുള്ള ജലാശയങ്ങളിലാണ് നാടൻ താമരക്കോഴിയെ കാണുന്നത്. കുളവാഴയും താമരയും ആമ്പലും എല്ലാമുള്ള വിശാലമായ ജലാശയങ്ങളിലാണ് നാടൻ താമരക്കോഴിയുടെ വാസം. ഒറ്റയ്ക്കും കൂട്ടായും നിലത്തു നടന്നാണ് ഈ പക്ഷി ഇര തേടുന്നത്. ജലസസ്യങ്ങളുടെ മീതെ വേഗത്തിൽ ഓടി നടക്കാനും നാടൻ താമരക്കോഴിക്ക് കഴിയും. നാടൻ താമരക്കോഴിയുടെ നിറം ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇരുണ്ടതായി തോന്നും. എന്നാൽ മുതിർന്ന പക്ഷിക്ക് നേരിയ പച്ച നിറമാണ്. അതിൻ്റെ അടിഭാഗം കറുപ്പ്, തല, കഴുത്ത് എന്നിവ നീല കലർന്ന കറുപ്പാണ്. കണ്ണിനോട് ചേർന്ന് വെള്ള വരയുണ്ട്. വാലിന് ചുറ്റുമുള്ള ഭാഗവും ചെമ്പൻ നിറമാണ്. കൊക്ക് മുൻപകുതി മഞ്ഞയും ബാക്കി കടും പച്ചയും. നീളം കൂടിയ കാലുകൾക്ക് നരച്ച പച്ചനിറവുമാണ് ഉള്ളത്. ജലസസ്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നാടൻ താമരക്കോഴിയെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ശത്രു സാന്നിധ്യമുണ്ടായാൽ അവ വേഗത്തിൽ സസ്യങ്ങളുടെ ഇടയിലേക്ക് മറയും. പറക്കാനും നന്നായി നീന്താനും ഈ പക്ഷികൾക്ക് കഴിവുണ്ട്. ഒപ്പം മുങ്ങാങ്കോഴി മുങ്ങുന്നത് പോലെ മുങ്ങുവാനും നാടൻ താമരക്കോഴിക്ക് കഴിയും. നീണ്ടു നേർത്ത കാലുകൾ സാവധാനം എടുത്തു വച്ചാണ് ഇവയുടെ സഞ്ചാരം. ഇവയുടെ ശബ്ദം ചൂളം വിളിക്കുന്നത് പോലെയാണ്. ജലസസ്യങ്ങളും മറ്റും കൂട്ടിയാണ് താമരക്കോഴി കൂടൊരുക്കുന്നത്. ആൺ പെൺ പക്ഷികൾ ഒന്നിച്ചാണ് കൂടൊരുക്കുന്നതും മുട്ട സംരക്ഷിക്കുന്നതും. സാധാരണയായി 3 മുതൽ 5 വരെ മുട്ടകൾ നാടൻ താമരക്കോഴി ഇടാറുണ്ട്. നാടൻ താമരക്കോഴിയുടെ ഇംഗ്ലീഷ് പേര് ബ്രോൺസ് വിങ്ഡ് ജഖന എന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന നാടൻ താമരക്കോഴിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ്. അത് നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.